നമ്മളെ പുതിയ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റിയിട്ടുള്ള വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലവർ പോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. ഒന്നാമത്തെ അറ്റംപ്റ്റിൽ നമുക്ക് 3 മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഇതുപോലൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ചിലപ്പം നല്ല ഷേപ്പിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. അഥവാ എന്തെങ്കിലും ഹൈറ്റ് വ്യത്യാസം അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ മറ്റൊരു കാര്യം ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലവർ പോട്ടിൽ നമുക്ക് ഇതുപോലത്തെ ഹോൾസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉള്ളിലേക്ക് എത്തില്ലത്. പുറത്ത് ഇതുപോലെ ചെറിയ കുഴികൾ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ബാക്കി മാറ്റി വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഫ്ലവർ പോട്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മിസ്റ്റേക്സ് കണ്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് വീഡിയോ വരാനുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അച്ച് വേണം, സാധാ ഫ്ലവർ പോട്ട് വാങ്ങിച്ചാൽ മതി. 2 സൈസിലുള്ളതാണ് വേണ്ടത്, ഒന്ന് ഉള്ളിൽ വെക്കാനും ഒന്ന് പുറത്ത് വെക്കാനും വേണ്ടിയിട്ടാണിത്. പിന്നെ അതേപോലെ നമുക്ക് വൈറ്റ് സിമെൻറ്റ് വേണം. ഞാനിവിടെ ഒരു 1 kg വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം, അത് ചട്ടിയായാലും വേറെന്ത് പാത്രമായാലും മതി. അതേപോലെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തെർമോക്കോള്, കത്രിക, അതുപോലെ ഒരു ടാപ്പ് ലാസ്റ്റ് നമുക്കത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 500 ml വാട്ടറാണ്. അതിൽ നമുക്ക് 400 മുതൽ 500 ml വരെ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മണലാണ്. നമ്മൾ ഉള്ളിൽ വെക്കുന്ന അച്ചിൽ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് വൈറ്റ് സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യാണ് വേണ്ടത്. അതായത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വൈറ്റ് സിമെൻറ്റ് അയച്ചിട്ട് നമ്മുടെ ചട്ടിയിലിടാൻ പോവുകയാണ്. ഒരു 1 kg വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ളിൽ വെക്കുന്ന പാത്രങ്ങൾ കട്ടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള കട്ടി മതി. അപ്പോൾ ഉള്ളിൽ വെക്കുന്ന പാത്രത്തിൽ നമുക്ക് മണൽ നിറച്ച് കൊടുക്കാം. നമ്മുടെ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത് ഇതിലിട്ടതിൻ്റെ ശേഷം അതിൽ അയറ്റി വെക്കുന്ന സമയത്ത് വെയിറ്റ് കിട്ടാനാണ് നമ്മൾ മണൽ നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വെക്കാനുള്ള അച്ചിൽ മണൽ നിറയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളിൽ വെക്കാനുള്ള 2 പാത്രത്തിൽ നമ്മൾ മണൽ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 500 ml വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 400 ml വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 kg വൈറ്റ് സിമെൻറ്റിലേക്ക് 400 ml വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ മതി. നമുക്കിതൊരു പരിധിയിലധികം ലൂസായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് നമ്മുടെ അച്ചിൽ എണ്ണ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തതായതുകൊണ്ട് അതിൽ കറുത്ത കല കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അത് ഉൾവശത്തും നമ്മൾ ഉള്ളിൽ വെയിറ്റ് വെച്ച് കൊടുക്കാനുള്ള അച്ചിൻ്റെ പുറകു വശത്തും നല്ല രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. ഒരു ക്ലോത്ത് എടുത്തിട്ട്, കോട്ടൻ്റെ ക്ലോത്തോ മറ്റോ എടുത്തിട്ട് പുരട്ടിയാൽ മതി, അല്ലാതെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 2 അച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പുറത്ത് വെച്ചതിൻ്റെ ഉൾഭാഗത്തും ഉള്ളിൽ വെക്കാനുള്ളതിൻ്റെ പുറം ഭാഗത്തും നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അഥവാ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇടുന്നതാണ്. ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാനിവിടെ ഏകദേശം നമ്മുടെ അച്ചിൻ്റെ പകുതി അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഉള്ളിലൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം അത് വേണമെങ്കിൽ ഫിംഗർ കൊണ്ട് താഴോട്ട് താത്തി കൊടുക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ വെച്ചാൽ മതി. നമ്മൾ അച്ച് താത്തുമ്പോൾ അതിൻ്റെ കൂടെ താന്നോളൂ. താത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ശേഷം നമ്മുടെ വെയിറ്റ് വെച്ച അച്ച് ഉള്ളിൽ വെച്ച് ഒന്ന് ടേബിളിൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് മുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിലായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് നേരെ ആക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കറക്റ്റ് സെൻട്രലായി കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മൾ ഇതുപോലെ ടേപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി രണ്ടാമത്തേത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിൽ നമ്മൾ അതേപോലെ ഉള്ളിൽ വെച്ച അച്ച് എടുത്ത് കയ്യിൽ വെച്ചതിൻ്റെ ശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വൈറ്റ് സിമെൻറ്റ് ഇട്ടതിൻ്റെ ശേഷം ഇതുപോലെ ടേബിളിലൊന്ന് റൗണ്ടിൽ ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഷേപ്പായി കിട്ടും. പുറത്തുള്ള ബബിൾസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം വീണ്ടും നേരത്തെ പോലെ തന്നെ തെർമോക്കോൾ എടുത്ത് വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള അച്ച് വെക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിൽ അച്ച് വെച്ചതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഇതുപോലെ നിലത്ത് നമുക്ക് തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതും ടാപ്പ് ചെയ്ത് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ച ഇത് നമ്മളിന്ന് എടുത്ത് നോക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ടാപ്പ് അയച്ചിട്ട് നമുക്ക് 1 by 1 ആയിട്ട് എടുത്തു നോക്കാം. ആദ്യം നമുക്ക് ഈ ഒട്ടിച്ച് വെച്ച സീൽ അങ്ങോട്ട് മാറ്റി കളയാം. 3ൻ്റെത് ഒരുമിച്ച് അങ്ങോട്ട് മാറ്റാം. ഈ ഒരു സംഭവം മാറ്റിയിട്ട് വേണമെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് മണൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പറിലേക്കോ മറ്റോ മാറ്റി കൊടുക്കാം. നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, മെല്ലെ ഒന്ന് തിരിച്ചു വെക്കാം. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ നല്ലോണം ഒന്ന് തിരിച്ചാൽ കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചാൽ മതി. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എണ്ണ ഇട്ടതുകൊണ്ട്, വെളിച്ചെണ്ണ തേച്ചതുകൊണ്ട് ചെറിയൊരു വൈവയ്പ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം ഈ ഒരു ഇതായിരിക്കും വരിക. അതല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ നിന്ന് ചിലപ്പോൾ റൗണ്ടായിട്ട് അങ്ങനെ കിട്ടാനും ചാൻസ് ഉണ്ട്. ആദ്യം ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സാധനം ജസ്റ്റ് കമഴ്ത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം ഒന്ന് തട്ടി കഴിഞ്ഞിട്ട് 2 സൈഡും തട്ടി കൊടുത്താൽ മതി. കൈകൊണ്ട് തട്ടിയാൽ തന്നെ കിട്ടേണ്ടതാണ്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിൽ കാര്യമായിട്ട് ബബിൾസ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്കൊന്നും കൂടെ ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് എഴുതി കൊടുത്താൽ മതി. അതേപോലെ അടുത്തത് എടുക്കാം. ഇത് നമ്മൾ ഇന്നലെ ഇത് 2 വീഡിയോയിൽ കാണിച്ചത്. പക്ഷേ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ഇതും കൂടെ ചെയ്തതാണ്. കാരണം നമ്മൾ അച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതിൻ്റെ വീതി ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് വളരെ വീതി കുറഞ്ഞു പോയിട്ടുണ്ട്. സോ നമ്മൾ ഒന്നും കൂടെ ചെയ്തതാണ്. ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ അതൊക്കെ പെട്ടെന്ന് തിരിയുന്നുണ്ട്. ചില സമയത്ത് ടൈറ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഇനി അതല്ല തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചുടുവെള്ളം എടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഫ്ലെക്സിബിൾ ആവും.
ജസ്റ്റ് വേണമെങ്കിൽ ഇതേപോലെ തട്ടി കൊടുത്താലും നമുക്ക് കിട്ടും. ഇത് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എടുത്ത് നോക്കാം. തട്ടിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് തട്ടി കൊടുത്താലും മതി, താഴത്ത് തട്ടി കൊടുത്താലും മതി. ഇതിൽ മാത്രം നമുക്ക് വീതി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. സോ നമ്മൾ അച്ചെടുക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും കട്ടിയുള്ളത് എടുക്കണം. അപ്പോൾ ഈ 3 ചെറിയ സാധനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ വർക്കാണ്. ഫസ്റ്റ് ചെയ്ത വർക്ക് ഫുള്ളി ഫെയിൽഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ മണ്ടത്തരതായിരുന്നു, നമ്മൾ ഉള്ളിൽ തെർമോക്കോൾ വെച്ച് ചെയ്ത സമയത്ത് നമുക്ക് അടിയിൽ ആ ഒരു കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തെർമോക്കോൾ വെക്കാതെ ചെയ്ത സമയത്ത് നമ്മൾ ഉള്ളിലുള്ള ഈ ഒരു അച്ച് പ്രസ് ചെയ്ത സമയത്ത് നമ്മൾ അറിയാതെ താഴത്ത് വരെ എത്തിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം കിട്ടാതിരുന്നത്. ഒരു ഹോളായി പോയിട്ടുണ്ട് ഇത്. രണ്ടാമത്തത്, നമ്മളിത് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതൊരു 24 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിൽ മുക്കി വെക്കണം. വെള്ളത്തിൽ ഇട്ട് വെക്കാത്തത് കൊണ്ട് ഇതുപോലെ വിള്ളൽ വന്നിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് പറ്റിയിട്ടുള്ള മൂന്നാമത്തെ മിസ്റ്റേക്കാണ്, നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അച്ച് കിട്ടാത്തത് കാരണം വന്ന് ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയിരുന്നു പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഗ്ലാസ് നമുക്ക് ഇതുവരെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ട്രൈ ചെയ്തു, ഇത് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കിട്ടിയിട്ടില്ല. ഇനി ഇത് പൊട്ടിച്ചെടുക്കല്ലാതെ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ 3 മിസ്റ്റേക്കാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. ഏതായാലും ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.